പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ SSF ബോവു യൂണിറ്റ് ഇതിന്റെ കീഴിൽ 6 മാസത്തിനൊരിക്കൽ നടത്തിക്കൊണ്ടുവരുന്ന ജലാലിയ റാത്തീബ് മജ്ലിസ് എന്ന പുണ്യമേറിയ സംഗമത്തിലാണ് നാം ഒരുമിച്ചു കൂടിയത്. അപ്പോ ബഹുമാനപ്പെട്ട മസൂദ് സഅദി ഉസ്താദ് ഉംറ യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തി 10 ദിവസമേ ആയിട്ടുള്ളൂ. അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു ഖൈറാത്തുകളും ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാമായ അസീസ് ഉസ്താദ് അവറുകൾ, ഉസ്താദിന്റെ കീഴിൽ പഠിച്ചവരാണ് നമ്മളൊക്കെ. അവിടത്തേക്ക് അല്ലാഹു ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നമ്മുടെ ഗുരുവറിയർ എപ്പോഴും വലിയ തണലാണ്. അതുപോലെ നമ്മുടെ എല്ലാ ഉലമാക്കൾക്ക് സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, ബദറുസ് സാദാത്ത്, സൈനുൽ ഉലമ, ഖുർറത്തുസ് സാദാത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ ഉലമാക്കൾക്ക് അല്ലാഹു ആഫിയത്തും സിഹത്തും നൽകി അല്ലാഹുവിന്റെ തആത്തിലായി ദീർഘായുസ്സും നൽകി നമുക്ക് ധാരാളം കാലം നേതൃത്വം നൽകാൻ അവർക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യമേറിയ മുതബറക്കായ മജ്ലിസിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും അർത്ഥവത്തായ മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ നടത്തി വരുന്ന ജലാലിയ റാത്തീബ് നമ്മുടെ നാട്ടിനും നമ്മുടെ ഓരോ വ്യക്തികളുടെ വ്യക്തി ജീവിതത്തിലും വലിയ കാവലായി നിൽക്കുന്ന മജ്ലിസാണ് ഈ മജ്ലിസ്. അതിൽ ആർക്കും 2 അഭിപ്രായം പറയാനില്ല. ധാരാളം മഹത്തുക്കൾ ചൊല്ലി പതിവാക്കിയ ദിക്റുകൾ ഉൾക്കൊണ്ട ഹദ്ദാദ് ഉൾപ്പെടെ ചേർത്തിക്കൊണ്ടുള്ള ജലാലിയ റാത്തീബ് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ കാവലുള്ള സദസ്സാണ്. എല്ലാവിധ വിപത്തുകളിൽ നിന്ന്, കാലമുസൈബാത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും മഹത്വമുള്ള മജ്ലിസായിട്ട് ഈ മജ്ലിസിനെ നമ്മൾ കാണണം. അല്ലാഹു ആരൂപത്തിലാക്കി തരട്ടെ. സുദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേരും. 1-2 കാര്യങ്ങൾ ഉണർത്തും. അതിന്റെ ശേഷം ബന്ധപ്പെട്ട ഉസ്താദുമാർ ഈ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കും. ബഹുമാനികളെ, ഈ മജ്ലിസിൽ ഒരുമിച്ചു കൂടിയ നമ്മൾ ധാരാളം പ്രയാസം ഉള്ളവരുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ആഫിയത്ത് കുറഞ്ഞതിന്റെ പേരിൽ ദുആ കൊണ്ടേൽപ്പിച്ചവരുണ്ട്. ഈ പുണ്യമേറിയ മജ്ലിസ് നടക്കുന്നതിന്റെ പിന്നിൽ ധാരാളം കഠിനാധ്വാനം ചെയ്ത നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ നമ്മുടെ ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ഇസ്സത്ത് എന്ന് തന്നെ പറയാം നമ്മുടെ ചെറുപ്പക്കാരെ പറ്റി പറയുമ്പോൾ നമുക്ക് വല്ലാത്ത അഭിമാനമാണ്. നമ്മുടെ പ്രിയങ്കരനായ കൂട്ടുകാരൻ, നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുർ റഊഫ് ചെറിയ ഒരു രോഗം പിടിപെട്ട് പ്രയാസത്തിലായി. അബ്ദുർ റഊഫ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് കണക്കിലെടുത്ത് നമ്മുടെ ചെറുപ്പക്കാർ അബ്ദുർ റഊഫിന്റെ ചികിത്സാ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു.
അൽഹംദുലില്ലാ, നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്തോ ഒരു ആവേശമായിരുന്നു അബ്ദുർ റഊഫിനിക്ക് കാശ് പിരിക്കാൻ വേണ്ടി. അൽഹംദുലില്ലാ, അബ്ദുർ റഊഫിനിക്ക് ഈ മജ്ലിസിന്റെ ബറകത്ത് കൊണ്ട് പൂർണ്ണമായ ആഫിയത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബ്ദുർ റഊഫിനിക്ക് അല്ലാഹു കാമിലായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബ്ദുർ റഊഫിനിക്ക് അല്ലാഹു അല്ലാഹുവിന്റെ ത്വാഅത്തിൽ അള്ളാന്റെ ഇബാദത്തിലുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മൻ മശാലി ഹാജത്തി അഖീഹി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം, പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതായി കാണാം. ഒരു കൂട്ടുകാരന്റെ കാര്യത്തിൽ, ഒരു കൂട്ടുകാരന്റെ ഖൈറിന് വേണ്ടി ആരാണോ അധ്വാനിക്കുന്നത്, അവരുടെ കഴിഞ്ഞ കാലത്തിലെ സംഭവിച്ചു പോയ കുറ്റങ്ങളും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കുറ്റങ്ങളിൽ നിന്നും അല്ലാഹു വലിയ സംരക്ഷണം നൽകുമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചതായി കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരു കൂട്ടുകാരനിക്ക് സഹായിക്കുമ്പോ, ഒരു കൂട്ടുകാരന്റെ പ്രശ്നങ്ങൾക്ക് താങ്ങും തണലായി നിൽക്കുമ്പോ, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കൂട്ടുകാരനെ കൊണ്ട് കഴിയാവുന്നത് എന്താണോ അതൊക്കെയും ചെയ്ത് അവൻക്ക് സമാധാനത്തിന്റെ തലയോടൽ നടത്തുമ്പോ, ജഗന്നിയന്താവായ രാജാതിരാജനായ റബ്ബ് ആ സഹായിയായി നിന്നവർക്ക് ധാരാളം ഖൈറാത്തുകളും സഹായങ്ങളും നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. മാത്രമല്ല, മാ നഖസ മാലുൻ മിൻ സദഖ, ധർമ്മത്തിനാൽ സഹായിച്ചതിനാൽ, പാവങ്ങളെ തലയോടിയതിനാൽ, പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേകം അത് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടി അവർക്ക് താങ്ങും തണലായി നിൽക്കുമ്പോൾ ഒരുത്തന്റെ സമ്പത്തും ചുരുങ്ങി പോകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. ഈ കാര്യം, ഇത്തരത്തിലുള്ള നന്മകളൊക്കെ നമ്മൾ ചെയ്യുമ്പോ, നമ്മൾ വലിയ പദ്ധതികളൊക്കെ തുടങ്ങിയാൽ അത് എല്ലാം വലിയ വിജയത്തിലേക്ക് എത്തും എന്നുള്ള ഒരു ചെറിയ അഹങ്കാരത്തിന്റെ മനോഭാവം ഒന്നും നമ്മളിൽ വന്നുകൂടാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബോവിലെ പ്രവർത്തകർ നല്ല കറകളഞ്ഞ സുന്നികളാണ് നമ്മുടെ നാട്ടുകാർ. നല്ല ധീരരായ സുന്നി പ്രവർത്തകരാണ് നമ്മുടെ കൂട്ടുകാർ എന്ന് പറയുമ്പോ നമുക്കത് അഭിമാനമാണ്, നമുക്കത് സന്തോഷമാണ്. ഈ നാട്ടിലെ മുതിർന്ന കാരണവന്മാരുടെ സമ്പൂർണമായ ആശീർവാദം വേണ്ടതുപോലെ ഒപ്പിയെടുത്ത് അവരുടെ എല്ലാ നിലക്കുള്ളവർക്ക് ആദരവുകളും ഗൗരവങ്ങളും വകവെച്ചു കൊടുത്ത് നമ്മുടെ പ്രവർത്തകരായ, നമ്മുടെ കൂട്ടുകാരായ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോ, വമൻ അറാദൽ ആഖിറ, ആഖിറത്തെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തിലായിരിക്കണം. ഈ മജ്ലിസ് തന്നെ അതിന് വലിയ ദൃക്സാക്ഷിയാണ്. അൽഹംദുലില്ലാ, നല്ല മജ്ലിസ് നമ്മുടെ ചെറുപ്പക്കാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി നല്ലതുപോലെ ഇവിടെ സംഘടിപ്പിക്കുവാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അധ്വാനിക്കുമ്പോ ഈ സ്റ്റേജും ഈ ഒരുക്കങ്ങളും ഈ സംവിധാനങ്ങളും ഇവിടെ വേണ്ടതുപോലെ നടപ്പിലാക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ധാരാളം അധ്വാനങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതായി കാണാം, വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ഇത്തരത്തിലുള്ള നന്മകൾക്ക് അധ്വാനിക്കുമ്പോ, സാന്ത്വന പ്രവർത്തനത്തിൽ സജീവമാകുമ്പോ, ഇത്തരത്തിലുള്ള എല്ലാ നന്മകളിൽ കൈകോർത്ത് കഠിനാധ്വാനം ചെയ്ത് ഊണും ഉറക്കിനും വില കൽപ്പിക്കാതെ ഇത്തരത്തിലുള്ള നന്മയിൽ നമ്മൾ മുന്നേറുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തമാണ് ആഗ്രഹിക്കേണ്ടത്, ആഖിറത്തിലെ വിജയമാണ് ആഗ്രഹിക്കേണ്ടത്. എന്നാൽ വഹുവ മുഅ്മിൻ, അവൻ ഉറച്ച വിശ്വാസിയാണ്, നമ്പർ 1 മുഅ്മിനാണ്. ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ,
വലിയ പ്രതിഫലം അത്തരക്കാർക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ചെറുപ്പക്കാരുടെ അധ്വാനം ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നാട്ടിലെ ജമാഅത്ത് കമ്മിറ്റി, അതുപോലെ തന്നെ SYS, അതുപോലെ തന്നെ SSF, അതുപോലെ തന്നെ മുസ്ലിം ജമാഅത്ത്, നമ്മുടെ പിഞ്ചോമന കുട്ടികളുടെ SBS ഉൾപ്പെടെ എന്തെല്ലാം സംഘടനയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കൂട്ടാളികളുണ്ടോ, കൂട്ടായ്മയുണ്ടോ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മജ്ലിസ് വലിയ ബറക്കത്തുള്ള മജ്ലിസാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ധാരാളം രോഗികളുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, ക്ഷീണമുള്ളവരുണ്ട്, അസ്വസ്ഥതയുള്ളവരുണ്ട്. എല്ലാവരുടെ രോഗങ്ങൾക്ക് ശിഫാ ലഭിക്കാൻ മാത്രം നിമിത്തമായ മജ്ലിസുകളിൽ അല്ലാഹു ഈ മജ്ലിസിനെ ഉൾപ്പെടുത്തി. മജ്ലിസിൽ അല്ലാഹു ഈ മജ്ലിസിനെ എല്ലാറ്റിനും ശിഫാ ലഭിക്കുന്ന മജ്ലിസിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കും, ദുആ നടത്തും. വലിയ ബറക്കത്തുള്ള സയ്യിദാണ്. കാജൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാനവറുകളുടെ സുപുത്രനും കൂടിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ വരും. അതോടുകൂടി നമ്മുടെ മജ്ലിസ് പൂർണ്ണമാവും. അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ചെറിയ സമയത്ത് ഒരു നസീഹത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മഹത്തുക്കളായ അയിമ്മത്ത് പറഞ്ഞതായി കാണാം, ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. മദ്രസ, പള്ളി ദർസ്, ദഅവാ കോളേജുകൾ, ശരീഅത്ത് കോളേജുകളൊക്കെ തുടങ്ങിയ സമയമാണല്ലോ. നമ്മുടെ മദ്രസ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ അല്ലാഹു നമ്മളെ സഹായിച്ചു. അതിന് എല്ലാ നിലക്കും എല്ലാ ജനങ്ങളും കൈകോർത്തു. അതിന്റെ പിന്നിലും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചെറുപ്പക്കാരുടെ അതിയായ ശ്രമമാണ്. നമ്മുടെ ഈ നാട്ടിലെ മുതിർന്ന നേതാക്കളുടെ അധ്വാനമാണ്. എല്ലവും അല്ലാഹു തആല ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമ പഠിക്കുന്ന കേന്ദ്രങ്ങൾ, അതിന് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കുന്നു. അതുപോലെ തന്നെ മദ്രസ കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ പള്ളി ദർസിയിലേക്കും പറഞ്ഞയക്കാനുള്ള നല്ല ഒരു മനസ്സ് നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം. അത് എന്തിനു വേണ്ടി ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ, വലാ തഫ്റഹ് ഇല്ലാ ബിസിയാദത്തി ഇൽമിൻ ഔ അമലിൻ സാലിഹിൻ ഫഇന്നഹുമാ റഫീഖാക്. മഹാനായ ഗസാലി ഇമാം റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, വലാ തഫ്റഹ് ഇല്ലാ ബിസിയാദത്തി ഇൽമിൻ ഔ അമലിൻ സാലിഹിൻ. ഒരു മനുഷ്യനിക്ക് സന്തോഷിക്കണമെങ്കിൽ, ഒരു മനുഷ്യനിക്ക് സന്തോഷിക്കണമെങ്കിൽ, ഒരു മനുഷ്യനിക്ക് സന്തോഷിക്കണമെങ്കിൽ രണ്ട് കാര്യത്തിലാണ് സന്തോഷിക്കാൻ വകുപ്പുള്ളൂ. കൂട്ടുകാരെ, എന്റെ രക്ഷിതാക്കളെ, എന്റെ കാരണവന്മാരെ, എന്റെ നാട്ടുകാരായ, എന്റെ സ്വന്തക്കാരായ പ്രിയപ്പെട്ട മുഅ്മിൻ മുഅ്മിനാത്തുകളെ, ഒരു മനുഷ്യനിക്ക് സന്തോഷിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ഖൽബിൽ സന്തോഷം വരണമെങ്കിൽ രണ്ട് കാര്യത്തിൽ സന്തോഷിക്കാൻ വകുപ്പുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാ വളരെ വ്യക്തമായി പറയുകയാണ്, രണ്ട് കാര്യത്തിലെ ഒരു മനുഷ്യനിക്ക് സന്തോഷിക്കാൻ വകുപ്പുള്ളൂ. അതിൽ ഒന്ന് ഇല്ലാ ബിസിയാദത്തി ഇൽമിൻ, ഇൽമുണ്ടെങ്കിൽ അവൻക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം ഔ അമലിൻ സാലിഹിൻ, സാലിഹായ അമൽ. സാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ ഇൽമനുസരിച്ചിട്ടുള്ള പ്രവർത്തനം, ഇൽമനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, ഇൽമനുസരിച്ചിട്ടുള്ള പ്രവണതകൾ. ഇൽമ് എങ്ങനെയാണോ അവൻ പഠിച്ചത് അതനുസരിച്ചിട്ടുള്ള ഇബാദത്തിന്റെ ക്രമീകരണം. ഇത്തരത്തിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇൽമു പഠിക്കുക, ആ ഇൽമു പഠിച്ചതനുസരിച്ച് സ്വാലിഹായ അമലുകൾ ചെയ്യുക. അതുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യനിക്ക് സന്തോഷിക്കാൻ വകുപ്പുള്ളൂ. കാരണം ഫഇന്നഹുമാ റഫീഖാക്, ആ അമലും ആ ഇൽമും അത് രണ്ടും നിന്റെ രണ്ട് ചങ്ങായിമാരാണ്. അത് രണ്ടും നിന്റെ രണ്ട് ചങ്ങായിമാരാണ്. ഇൽമ് എന്നത്, അമൽ എന്നത്, സൽക്കർമ്മം എന്നത്, ഇബാദത്ത് എന്നത്, ആരാധന എന്നത്, അല്ലാഹുവിനിക്ക് ഇബാദത്തുകളെ കൊണ്ട് ജീവിതം ധന്യപ്പെടുത്തുക എന്നത്, അത് നിന്റെ ചങ്ങായിത്വമാണ്, അത് നിന്റെ ചങ്ങായിമാരാണ്.
ഇൽമും അമലും എന്നത് നിന്റെ രണ്ട് ചങ്ങായിമാർ. കാരണം യസ്ഹബാനിക ഫീ ഖബ്രിക, നിന്റെ ഖബറിൽ ഇൽമും നിന്റെ അമലും കൂട്ടുകാരായി വരും. അമലും ഇൽമും നിന്റെ ഖബറിലേക്ക് കൂട്ടുകാരായി വരും. എവിടെ? ഹൈസു യതഖല്ലഫു അൻക, നിന്നെ തൊട്ട് ദൂരത്തായി പോകും. അഹ്ലുക, നിന്റെ കൂട്ടുകാർ നിന്റെ ഖബറിലേക്ക് കൂട്ടത്തിൽ വരൂല. അഹ്ലക, നിന്റെ ചങ്ങായിമാർ വരൂല, നിന്റെ ഫ്രണ്ട്സുമാർ വരൂല, നിന്റെ കുടുംബക്കാർ വരൂല, നിന്റെ അയൽവാസികൾ വരൂല, നാട്ടുകാർ, നിന്റെ പരിചയക്കാർ ഒരാളും നിന്റെ ഖബറിലേക്ക് വരൂല. നിന്റെ ഖബറിലേക്ക് വരുന്നത് നിന്റെ ചങ്ങായിയാകുന്ന ഇൽമും ഇൽമനുസരിച്ചിട്ടുള്ള അമലാണ്. വമാലുക, നിന്റെ സമ്പത്ത് എന്തോർ അധ്വാനമാണ്. സുബഹി മുതൽ അവൻ ഉറങ്ങുന്നത് വരെ കഠിനാധ്വാനം ചെയ്യുന്നു. രാത്രി ഉറക്കൊഴിച്ചും സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്നു, സഞ്ചരിക്കുന്നു, ഉറക്കൊഴിക്കുന്നു, കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ നമ്മൾ ധാരാളം ഇഷ്ടപ്പെടുന്ന സമ്പത്ത് വരെ നമ്മളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ചങ്ങായിമാരും മക്കളും എല്ലാവരും ഭാര്യയും എല്ലാവരും മാറി നിന്നു. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ അതേ 3 കഷ്ണം തുണിയുമായി ഖബറിൽ കിടക്കുമ്പോ ഒരു മനുഷ്യനിക്ക് ഉപകാരം കിട്ടുന്നത് അവൻ ചെയ്ത അമൽ, അവൻ പഠിച്ച ഇൽമാണ്. ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മദ്രസയിലേക്ക് നമ്മുടെ ഉമ്മമാർ അതിരാവിലെ തന്നെ ചെറിയ ചെറിയ പിഞ്ചോമന മക്കളെ നേരത്തെ തന്നെ അവർ നല്ലതുപോലെ ഒരുക്കി, നല്ലതുപോലെ ബ്രഷ് ചെയ്യിപ്പിച്ച്, നല്ലതുപോലെ അവരുടെ മലമൂത്ര വിസർജനങ്ങളൊക്കെ വേണ്ടതുപോലെ വൃത്തിയാക്കി, അവർക്ക് നല്ല ഡ്രസ്സും അണിഞ്ഞ് നല്ലതുപോലെ അവരെ മദ്രസയിലേക്ക് അയക്കുന്നുണ്ട്. ആ ഉമ്മമാർക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകുകയാണ്, വലിയ സ്ഥാനം നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ കുട്ടികൾക്ക് നല്ലതുപോലെ പഠിപ്പിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, അവർക്ക് വേദനയുണ്ടാകുന്ന ഒരു വാക്ക് പോലും രക്ഷിതാക്കളാകുന്ന നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടായിക്കൂടാ. അവർക്ക് എത്രത്തോളം സപ്പോർട്ടായി നിൽക്കാൻ പറ്റുമോ, അവർക്ക് എത്രത്തോളം എന്ത് നിലക്കും അവർക്ക് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ അതൊക്കെയും നമ്മൾ ചെയ്യണം. കാരണം അവർ നമ്മുടെ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഗുരുവര്യരാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ ഒരു ദിവസം ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്ത്, ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ പറയുന്ന കൂട്ടത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ഗുരുവര്യരെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് മുത്തഫർരിദ് ഓതിത്തന്ന ഉസ്താദാണ്, 10 കിതാബ് ഓതിത്തന്ന ഉസ്താദ്. ആ ഉസ്താദിനെ പറ്റി ഇങ്ങനെ മദ്ഹ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മദ്രസ പഠിപ്പിച്ച ചെറിയ ചെറിയ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പഠിപ്പിച്ച ഉസ്താദുമാർ, അവരെ അടക്കം അവർ ചെറിയ ഉസ്താദുമാരാണ് എന്ന് ധരിക്കാതെ അവർക്ക് നല്ല ആദരവുകൾ നമ്മൾ കൊടുക്കണം. ഇൽമിന്റെ വിലയാണ്, ഇൽമിനോടുള്ള ബഹുമാനമാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ ഒരു അലിഫ് പഠിപ്പിച്ച ഉസ്താദാണെങ്കിലും അവരോട് നല്ല ആദരവുകളും നല്ല ബഹുമാനങ്ങളും കാണിക്കേണ്ടവരാകണം. വലാ തഫ്റഹ് ഇല്ലാ ബിസിയാദത്തി ഇൽമിൻ ഔ അമലിൻ സാലിഹിൻ ഫഇന്നഹുമാ റഫീഖാക്. ഇൽമു പഠിക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക, അതുകൊണ്ട് മാത്രമേ നമുക്ക് ആഖിറത്തിൽ വിജയിക്കാൻ കഴിയൂ. ആയതുകൊണ്ട് ഈ ജലാലിയ റാത്തീബിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമുക്ക് റബ്ബ് നൽകിയ ആൺമക്കളെ ആലിമീങ്ങളാക്കാനും അവരെ നല്ല മുതഅല്ലിമീങ്ങളായി വളർത്താനുമുള്ള മനസ്സ് കാണിക്കുന്ന വ്യക്തിത്വങ്ങൾ നമ്മളായി തീരണം. ഒരു മകൻ ആലിമായി കിട്ടിയാൽ അതുകൊണ്ട് ആ ഉപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനും വലിയ കാവലാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വലിയ സംരക്ഷണമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. മദ്രസത്തിന്റെ ആരംഭഘട്ടമായതുകൊണ്ട് ഈ വിഷയം ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എല്ലാ നിലക്കും മദ്രസയുടെ ഇസ്സത്തിന് വേണ്ടി എന്തെല്ലാം നമുക്ക് ഖൈറാത്തുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെയും നമ്മൾ ചെയ്യണം. നമ്മുടെ മക്കളെ നല്ലതുപോലെ ഓദിപ്പിക്കണം. പ്രത്യേകിച്ചും പറയാനുള്ളത്, മഗ്രിബ്
മഗ്രിബിന് സമയമാകുമ്പോൾ മഗ്രിബ് ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു കാമണിക്കൂർ മുമ്പ് മക്കളെ പൂർണ്ണമായും കുളിച്ച് വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ എന്തെങ്കിലും അത്തറുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് പുരട്ടി അവരെ കൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള തസ്ബീഹ് ഇങ്ങനെ ഉമ്മ കൂട്ടത്തിൽ ഇരുന്ന് ചൊല്ലണം. മൊബൈൽ ഒന്ന് മാറ്റിവെക്കണം. മഗ്രിബ് ബാങ്കായാൽ കഴിയുന്നവരൊക്കെ പള്ളിയിലേക്ക് വരും, അല്ലാത്തവർ ഉമ്മമാര് വീട്ടിൽ നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ച് ഉടൻ അവർക്ക് നല്ലതുപോലെ നിസ്കാര കാര്യങ്ങളൊക്കെ കുട്ടികളെ ശ്രദ്ധിച്ച് നിസ്കരിപ്പിച്ച് അവർക്ക് മദ്രസയിൽ പഠിച്ച ഖുർആൻ നമ്മൾ നല്ലവണ്ണം പഠിപ്പിക്കാനുള്ള മനസ്സ് കാട്ടണം. അതുപോലെ തന്നെ അവരുടെ മദ്രസയിലെ കിതാബുകളെ ഓദിപ്പിക്കണം. അതെല്ലാം കഴിഞ്ഞ് ഹോം വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം സ്കൂളിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള സമയം വളരെ ബഹുമാനമുള്ള സമയമാണ്. കുട്ടികൾക്ക് നല്ലതുപോലെ ഗ്രഹിക്കാൻ പറ്റിയ സമയമാണ്. അതേപോലെ തന്നെ വാഖിഅ ഒരിക്കലും മറന്നു പോകരുത്. ആ സൂറത്ത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളതാണ്. മുൽക്ക് നമുക്ക് മറക്കാനേ പറ്റൂല. സൂറത്തുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ ഖബറിൽ രക്ഷപ്പെടാനുള്ള സൂറത്താണ്. അതുപോലെ തന്നെ സൂറത്തു സജദ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള സൂറത്താണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, യാസീൻ ഖൽബുൽ ഖുർആനാണ്. എന്ത് ഉദ്ദേശം വെച്ച് ഓതുന്നുണ്ടോ ആ ഉദ്ദേശം അവനിക്ക് അല്ലാഹു പൂർത്തിയാക്കി തരും. സജദ സൂറത്തിലെ തിലാവത്തിന്റെ സുജൂദിന്റെ ഒരു സ്ഥലമുണ്ട്. അവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം. അങ്ങനെ ആരെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഓതി തിലാവത്തിന്റെ സുജൂദ് വരുമ്പോ അവിടെ മുസ്ഹഫും മടക്കി ഒരു തിലാവത്തിന്റെ സുജൂദ് ഒരാൾ ചെയ്താൽ ശൈത്താനാകെ ബേജാറായി പോകും. സുബ്ഹി മുതൽ ഈ മനുഷ്യനെ ഞാൻ പറ്റിക്കാൻ തുടങ്ങി, സുബ്ഹി മുതൽ ഈ മനുഷ്യനെ ഞാൻ ഇടങ്ങേറാക്കാൻ തുടങ്ങി, എന്നെ കൊണ്ട് കഴിയുന്നത്ര ഇടപെട്ട് ഇവനെ ഞാൻ വടക്കിലേക്ക് സഞ്ചരിപ്പിച്ചു, ഇവനൊരു സുജൂദും ചെയ്തിട്ട് അതൊക്കെയും ബാത്തിലാക്കി, ഓ നന്നായി പോയല്ലോ എന്ന് ശൈത്താൻ അട്ടഹാസിക്കുമത്രേ. ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സജദ സൂറത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. യാസീൻ ഒരു ദിവസവും നമ്മൾ ഓതാതെ ബാക്കിയാകാൻ പാടില്ല. വാഖിഅ മുൽക്ക് ജീവിതത്തിൽ അത് ഒരു ദിവസത്തിൽ ഓതാത്ത ദിവസം കഴിഞ്ഞു പോകാൻ പാടില്ല. റാത്തീബ് ഹദ്ദാദ് റാത്തീബ് അത് ഹുസ്നുൽ ഖാത്തിമ ലഭിക്കാനുള്ള ദിക്റാണ്. മഹാന്മാരായ അയിമ്മത്തുകൾ, സാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, നമ്മുടെ പൂർവീകരായ മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ധാരാളം മഹത്തുക്കൾ പതിവാക്കി ചൊല്ലിയ ദിക്റിന്റെ ഒരു സമാഹാരമാണ് ഹദ്ദാദ് റാത്തീബ്. അത് എല്ലാ ദിവസവും ചൊല്ലുന്ന നല്ല ആളുകളായി നമ്മൾ മാറണം. മൊബൈലിന് ധാരാളം നിയന്ത്രണം ഉണ്ടാകണം. മക്കളെ കയ്യിൽ മൊബൈൽ കൊടുത്ത് നമ്മളും ബടക്കായി അവരെയും ബടക്കാക്കുക എന്നുള്ള പ്രവണത അരുത്. ഒരിക്കലും അത് ചെയ്തു പോകരുത്. ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ റബ്ബിനെ ഓർത്ത്, റബ്ബിനെ പേടിച്ച്, റബ്ബിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന സജ്ജനങ്ങളായ മുഅ്മിൻ മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധാരാളം മുൻകഴിഞ്ഞു പോയ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ ആറടി മണ്ണിലാണ്. എല്ലാവർക്കും അല്ലാഹു ഈ സദസ്സിന്റെ മിസ്ൽ സവാബ് എത്തിപ്പിച്ചു കൊടുത്ത് അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിപ്പുള്ള നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ ഗുരുവര്യർ, നമ്മളെ സഹായിച്ച സ്നേഹിച്ച നമ്മുടെ എല്ലാ ഗുണകാംക്ഷികൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തത്തിലുള്ള ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസരം തന്ന സംഘാടകർക്ക് എല്ലാ നിലക്കുള്ള നന്ദി രേഖപ്പെടുത്തി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നല്ല രൂപത്തിൽ